കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ ഇതുവരെ 400 ആക്രമണമാണ് തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയത്. ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ലെബനനിലെ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം അഗീലിനെ ഇസ്രായേൽ വധിച്ചിരുന്നു. അനുയായികളുമായി ചർച്ച നടത്തുന്ന സമയത്തായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ അലി കൊല്ലപ്പെട്ടത്. ഇപ്പോഴത്തെ ഇസ്രായേൽ സ്ഫോടന പരമ്പരകൾക്കിടയിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. വടക്കൻ ഇസ്രായേലിലെ റാമത്ത് ഡാവിഡ് എയർബേസിൽ 12ഓളം മിസൈൽ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചു. ലെബനനിലെ തുടർച്ചയായ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരയ്ക്ക് മറുപടിയാണ് പുതിയ ആക്രമണമെന്ന് ഹിസ്ബുള്ള പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ 60 വയസ്സുള്ള ഒരാൾക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സൈന്യത്തിന്റെ റേഡിയോ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിന് മറുപടി നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭൂരിഭാഗം മിസൈലുകൾ തങ്ങൾ തടഞ്ഞതായും ആക്രമണത്തെക്കുറിച്ചുള്ള അവലോകനം നടക്കുകയാണെന്നും ഇസ്രായേൽ സൈന്യം എക്സിൽ കുറിച്ചു. അതിനിടെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലും പരിസരത്തും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 31ആയി. മരിച്ചവരിൽ 7 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്നു. 68 പേർക്ക് പരിക്കേറ്റു. 23 പേരെ കാണാതായി. 2006 ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ബെയ്റൂട്ട് കണ്ട കനത്ത വ്യോമാക്രമണമാണ് വെള്ളിയാഴ്ച നടന്നത്. രഹസ്യയോഗം ചേർന്ന കെട്ടിടമാണ് തകർത്തതെന്നും ഉന്നത നേതാവ് ഇബ്രാഹിം അഖീൽ, കമാൻഡർ വാഖ്ബി എന്നിവരടക്കം 11 ഹിസ്ബുള്ള പ്രവർത്തകരെ വധിച്ചെന്നുമാണ് ഇസ്രായേൽ വാദം. 15 പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള വക്താക്കൾ പ്രതികരിച്ചു. വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നാണ് ഹിസ്ബുള്ളയുടെ വിലയിരുത്തൽ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് സമാന്തരമായി 11 മാസമായി ലെബനൻ അതിർത്തിയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ഇതുവരെ 740 പേരാണ് കൊല്ലപ്പെട്ടത്.